അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എപ്പോഴും കുക്കിംഗ് വീഡിയോസ് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പിന്നെ പറയാനുള്ളത്, ഈ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോ കുറേ ലെങ്തായി പോവും. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് പിന്നൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ അടുത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ചേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, ഇത് മൊത്തം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. ഡെയിലി യൂസ് ചെയ്യുന്നത് ഒരു 2-3 പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എം കഫേൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് ടൈമൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു 3-4 ടൈംസൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറും കൂടിയാണിത്. ഇത് ഓയിലി സ്കിന്നിന് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. എൻ്റെത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടിയാണിത്. എം കഫേൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ സ്മെല്ലും ടെക്സ്ചറും ഒക്കെ എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. ടെക്സ്ചർ ഭയങ്കര തിക്നെസ് ആയിട്ടുള്ളതാണ്, എന്നാലും നല്ല സ്മൂത്തും ഉണ്ട്. ആ ഒരു ടൈപ്പാണിത്. ഇതിൻ്റെ സ്മെല്ല് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കോഫീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോലെയാണ് കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത് ഭയങ്കര നല്ല തിക്കായിട്ടുള്ള ഒരു തിക്ക് ആൻഡ് സ്മൂത്ത് എന്നൊക്കെ പറയില്ലേ, അതേപോലൊരു ടെക്സ്ചറാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസറിന്. എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്, അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇപ്പം നിങ്ങൾക്ക് സ്യൂട്ടാവുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് സെറം ആണ്. എം കഫേൻ്റെ സെറം തന്നെയാണ് കേട്ടോ. ഇത് ഗ്രീൻ ടീ ഫേസ് സെറം. അപ്പോൾ ഇത് ഞാൻ സെറം അത്ര ഞാൻ യൂസ് ചെയ്യലില്ല. എനിക്കിത് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഞാൻ അധികം പ്രോഡക്ട്സും നൈക്കയെന്നാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഒരു 1 മന്ത് മുന്നേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയിട്ടുള്ളതാണ് ഈ സെറം. യൂസ് ചെയ്യാനൊക്കെ അറിയാം, എന്നാൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ സ്മെല്ലും ടെക്സ്ചറും ഒക്കെ നല്ല ടെക്സ്ചറാണ് കേട്ടോ. ഇത് ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. നല്ല തിക്കായിട്ടുള്ള ടെക്സ്ചർ തന്നെയാണിത്. അടിപൊളി സ്മെല്ലും ആണ്. ഇതിൻ്റെ പ്രൈസൊക്കെ ഫുൾ പ്രൊഡക്ട്സിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. അടുത്തത് റിക്വൽഡ് സൺസ്ക്രീനാണ്. നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതും ഒരു നല്ല തിക്കായിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ വരുന്നത്. ഇതേപോലൊരു ബോട്ടിലാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് ഒന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ ഫേസിന് എപ്പോഴും മസ്റ്റ് ആയിട്ടുള്ളതല്ലേ സൺസ്ക്രീന്. പുറത്തൊക്കെ പോകുന്ന ടൈമിൽ സൺസ്ക്രീന് മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ്ഫുള്ളാണ്. ഒരു നല്ല ടെക്സ്ചറും കൂടിയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇനിയിപ്പം ലാക്മീൻ്റെ പ്രൈമറാണ്. ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഓയിലി സ്കിന്നിന് പെർഫെക്റ്റാണ്. ഞാനിപ്പോൾ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു പ്രോഡക്ട്സും കൂടിയാണിത്, ലാക്മീൻ്റെ പ്രൈമർ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ളത്. ഇത് നല്ലൊരു ക്രീമി ടൈപ്പ് ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ ഇത്.
ഇതിപ്പോൾ കൺസീലറാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളതാണ്. അപ്പോൾ എപ്പോൾ മേക്കപ്പ് ചെയ്താലും അതിങ്ങനെ എടുത്ത് കാണിക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെത്, നല്ല ലൈറ്റാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 120 ലൈറ്റ്, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പോൾ എല്ലാവർക്കും ഇത് സെയിം ഷെയ്ഡ് യൂസ്ഫുള്ളാണെന്നില്ല കേട്ടോ. എനിക്ക് യൂസ്ഫുള്ളായിട്ട് കറക്റ്റായിട്ടുള്ളൊരു ഷെയ്ഡാണത്. ഇതിപ്പോൾ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ്. ഇതൊക്കെ ഞാൻ ഒരിക്കലെങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താ പറയുക, വലിയ വലിയ മാരേജ് ഫങ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാൻ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ കാണിച്ച മുക്കാൽ ഭാഗം പ്രോഡക്റ്റ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 2-3 പ്രോഡക്റ്റ്സ് ഡെയിലി വെയർ ചെയ്യുന്നത്, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇൻസൈറ്റിൻ്റെ കറക്റ്ററാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾസിൻ്റെ ഒറ്റ പ്രോബ്ലം കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം. അപ്പോൾ എന്താ പറയുക, എനിക്ക് മേക്കപ്പ് ഇട്ടാൽ അത് മാത്രമാണ് നല്ല ബോറായിട്ട് തോന്നലുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെയും വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ഫേസ് വാഷാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫൗണ്ടേഷനാണ്. ഇത് നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ, ലാക്മീൻ്റെത്. ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ, ലാക്മീൻ്റെ 925. ഇത് എനിക്ക് പെർഫെക്റ്റായിട്ട് സ്യൂട്ടാവുന്നൊരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡാണിത്. W120 വാം ക്രീം എന്ന് പറഞ്ഞ ഷെയ്ഡ്. പിന്നെ ഇത് അതേപോലെ തന്നെ വേറൊരു ഷെയ്ഡാണിത്. ഇത് എനിക്ക് അത്ര സ്യൂട്ടല്ല, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, W160 വാം സാൻഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. എൻ്റെ ഫേസിന് എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത് W120 വാം ക്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇപ്പം കാണിച്ചിട്ടുള്ള അധികം പ്രോഡക്റ്റ്സും എൻ്റെ ന്യൂ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതിൽ ആകെയുള്ളത് പ്രൈമറാണ് ഞാൻ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് എൻ്റെ കയ്യിലുള്ള ബ്രഷസാണിത്. ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അധികം ബ്രഷ് വെച്ച് യൂസ് ചെയ്യാറില്ല. ഞാനിപ്പം കാണിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ നല്ല കവറേജുള്ള ഫൗണ്ടേഷനാണ് കേട്ടോ. 1 ടൈം യൂസ് തന്നെ ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ മതിയാവും. അപ്പോൾ ഇപ്പോൾ കാണിച്ച മുഴുവൻ പ്രോഡക്ട്സും ഞാൻ ഡെയിലി വിയർ ചെയ്യുന്നതല്ല കേട്ടോ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ഫങ്ഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നതാണത്. പിന്നെ അതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ടൈംസ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഓൾഡ് കളക്ഷൻസ് ഉണ്ട് കുറച്ച്, അതൊക്കെയാണ് എൻ്റെ ഡെയിലി വിയർ. അപ്പോൾ ഇത് ഇബൻ്റെ പ്രൊഡക്റ്റാണ്. നല്ല മോയ്സ്ചറൈസറാണ്, നല്ല പ്രൈമറാണത്. അപ്പോൾ അതും പിന്നെ ഇത് ഫിറ്റ്മീൻ്റെ പ്രൈമറാണിത്. ഇത് രണ്ടുമാണ് കേട്ടോ, ഏതെങ്കിലും ഒന്ന് ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഉള്ളത് ഇതാ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഇത്. ലാക്മീൻ്റെ 925 നല്ലൊരു ഫൗണ്ടേഷനാണ്. ഒരു 1 ഡ്രോപ്പൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് തീരാറായി. ഇത് ഒരു നല്ല ലൈറ്റ് കളറും കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. എപ്പോഴും യൂസ് ആക്കലില്ല ഈ ഒരു ഫൗണ്ടേഷനെ. ജസ്റ്റ് കോമ്പാക്ട് പൗഡർ, ജസ്റ്റ് മോയ്സ്ചറൈസറും പ്രൈമറും മസ്റ്റാണ്. എന്നിട്ട് പിന്നെ കോമ്പാക്റ്റ് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. ഈ ഫൗണ്ടേഷന് ഡെയിലി വിയർ ആക്കലില്ല. പിന്നെ ഉള്ളത് ഇവൻ്റെ ഐലൈനറാണ്. ഇത് നല്ല അടിപൊളി ഐലൈനറാണ് കേട്ടോ. ഇവൻ്റെ പ്രൊഡക്ട്സൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ എംകഫേൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത്. ലാക്മീൻ്റെ 925. ഇത് ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ്. അപ്പോൾ ഇത് കഴിയാറായി.
അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു എം കഫേൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിയത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 2 കാജൽ പെൻസിൽ, ഒന്ന് മെബിലൈൻ്റെത്, പിന്നെയുള്ളത് ഇബൻ്റെത്. ഇബൻ്റെ പ്രൊഡക്ട്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെയുള്ളത് ഐക്കോണിക്കിൻ്റെ മസ്കര. പിന്നെ എൻ്റെ അടുത്ത് കുറച്ചുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ അധികം ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതൊക്കെ ഷെയ്ഡാണുള്ളത്. നിങ്ങൾക്ക് കാണുമ്പം എല്ലാം സെയിം ഷെയ്ഡായിട്ട് തോന്നും, പക്ഷെ എല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണിത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ ഇത് മെബിലൈൻ്റെ ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് ആമസോണിയൻ 70 ആണ്. ഇതും നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡ് ആണിത്. ഇതിപ്പോൾ ഹുദ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതും എല്ലാം ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഞാൻ അധികം കളേഴ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ റെഡ് അങ്ങനെ കുറച്ച് ഡാർക്കായിട്ട് കാണുന്ന എല്ലാം ഞാൻ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് അധികം വാങ്ങാറുള്ളത്. എത്ര ഉണ്ടായാലും പിന്നെ അതന്നെ വാങ്ങും ഞാൻ. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. എല്ലാത്തിനും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. ഇത് എന്താ പറയുക, കാണിച്ചു തരാനാണ്. ഒരു വേറെ തന്നെ കളറാണ്. ഒരുപാട് ഇട്ടാൽ ഭയങ്കര ബോറായിരിക്കും, പക്ഷെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഇടാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു 4 ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. പിന്നെ ഉള്ളത് ഇബൻ്റെ പ്രൊഡക്റ്റാണ്. ഇബൻ്റെ കോമ്പാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കോമ്പാക്റ്റ് ഞാൻ ഈ ഒരു ഇബൻ്റെ കോമ്പാക്റ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഉള്ളത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് എപ്പോഴും ഡെയിലി വിയർ എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ഇതിന്ന് ഈ ഒരു 3 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ആ ഒരു ബ്ലാക്ക് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഡെയിലി വിയർ ഇല്ല, എന്നാലും സംടൈംസ് തോന്നുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്ട്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്, ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി പറയാനുള്ളത്, ഞാനിപ്പോൾ ഇബൻ്റെത് യൂസ് ചെയ്യുന്നത് 4 പ്രൊഡക്റ്റാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഒന്ന് കാജലാണ് കേട്ടോ. അടിപൊളിയാണിത്. നല്ല ഡാർക്കായിട്ടുള്ള കാജലാണ് കേട്ടോ. അപ്പോൾ ഇബൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഇത് ലിക്വിഡ് ഐലൈനറാണ്. ഇതും പെർഫെക്റ്റ് ആണ്. നല്ല ഡാർക്കാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കോമ്പാക്റ്റും പ്രൈമറും, ഈ 4 പ്രോഡക്റ്റ്സാണ് ഇബൻ്റെതായിട്ട് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. ഇത് 4ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.